ഗുഡ് മോർണിംഗ് all of you. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പോർഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് രണ്ട് പാർട്സാണുള്ളത്. ഒന്ന് ഹാർഡ്വെയർ പാർട്ടും സോഫ്റ്റ്വെയർ പാർട്സും. ഹാർഡ്വെയർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതും ടച്ച് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഭാഗങ്ങളിനെയാണ് ഹാർഡ്വെയർ പാർട്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സോഫ്റ്റ്വെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ കമ്പ്യൂട്ടറിനോട് ബന്ധപ്പെട്ട കുറേ ഹാർഡ്വെയർ കമ്പോണൻസിനെ കുറിച്ചിട്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ഹാർഡ്വെയർ കമ്പോണൻ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസസ്സേഴ്സിനെ കുറിച്ചിട്ട്. എന്താണ് ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CPU എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. CPU എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആണെന്ന് നമ്മൾ പഠിച്ചു. അതായത് മറ്റെല്ലാ യൂണിറ്റ്സിനെയും നിയന്ത്രിക്കുന്ന യൂണിറ്റാണ് CPU യൂണിറ്റ് എന്ന് നമുക്കറിയാം. സത്യത്തിൽ CPU എന്ന് പറയുന്ന ഇത് തന്നെയാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇനി എന്താണ് കമ്പ്യൂട്ടറിൻ്റെ CPU ഇത്ര ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാൻ കാരണം, അതായത് CPUവിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും കമ്പ്യൂട്ടറിൻ്റെ മൊത്തം പെർഫോമൻസ് നമ്മൾ പറയുക. അപ്പോൾ വെദർ ഇറ്റ് ഈസ് വെരി ഹൈ പെർഫോംഡ് പ്രോസസ്സർ ഓർ CPU, ദാറ്റ് കമ്പ്യൂട്ടർ വിൽ ഓൾസോ ബി ഹൈ പെർഫോംഡ് വൺ. ഇനി എന്താണ് കമ്പ്യൂട്ടറിൻ്റെ CPU അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മദർ ബോർഡ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സോക്കറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അതായത് ഇത് ഒരു ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ടാണ് വിച്ച് കണ്ടെയ്ൻസ്, അതിൽ ഒരുപാട് മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സും അതുപോലെ തന്നെ മറ്റ് കമ്പോണൻസും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ അഥവാ CPU എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഒരു ഡെഫിനിഷനായിട്ട് പറയുന്നുണ്ട്, CPU ഈസ് എൻ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജ് എന്ന് പറയുന്നത്. അതൊരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജ് ആണ് വിച്ച് കണ്ടെയ്ൻസ് മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് അതർ കമ്പോണൻസ് ഫാബ്രിക്കേറ്റഡ് ഇൻ എ സിംഗിൾ സിലിക്കൺ ചിപ്പ്. ഇതിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് പല മാനുഫാക്ചറിങ് കമ്പനിക്കാരാണ്. നമുക്ക് ഒരുപാട് മൈക്രോ പ്രോസസ്സേഴ്സ് ഇന്ന് ലഭ്യമാണ്. അതിൽ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഒന്ന് ഇന്റൽ കമ്പനിയുടെ Core i3, Core i5, Core i7, അതുപോലെ ഡിഫറെൻറ്റ് മൈക്രോ പ്രോസസ്സേഴ്സ് അതിൻ്റെ വെർഷനുകളുണ്ട്. പിന്നെ മറ്റൊന്നാണ് AMD Quad Core, അങ്ങനെ ഡിഫറെൻറ്റ്. ഇനി ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മദർ ബോർഡിലാണ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കുന്നത് എന്തെന്ന് പറയുന്നത് CPU എന്ന് പറയുന്നത്. ഇനി CPU വർക്ക് ചെയ്യുമ്പോൾ അതിനെ ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ എപ്പോഴും നമ്മൾ കൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് സിസ്റ്റം ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണം. ഇനി CPUവിൻ്റെ ഉള്ളിൽ കാണുന്ന മറ്റൊരു പോർഷനാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. CPUവിൻ്റെ ഒരു 3 കമ്പോണൻസ് നമ്മൾ പഠിച്ചു, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ രജിസ്റ്റേഴ്സ് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് CPUവിൻ്റെ ഉള്ളിലെ സ്റ്റോറേജ് ലൊക്കേഷനെയാണ്. അതായത് CPUവിന് പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷനും, അതായത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷനും സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് പലതരം രജിസ്റ്റേഴ്സുകളുണ്ട്. നമുക്ക് വളരെ സ്പീഡിൽ CPUവിന് വളരെ സ്പീഡിൽ ഈ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെയും ഇൻസ്ട്രക്ഷനെയും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഏതിൽ കൊണ്ടുവയ്ക്കുന്നത്, രജിസ്റ്റേഴ്സിൽ കൊണ്ടുപോയി വയ്ക്കുന്നത്. ഇനി മെയിനായിട്ട് ഇവിടെ നമ്മൾ കുറച്ച് രജിസ്റ്റേഴ്സിൻ്റെ പേരും അതിൻ്റെ ഫങ്ഷൻസുകളുമാണ് പഠിക്കുന്നത്. അതിൽ മെയിനായിട്ട് 5 രജിസ്റ്റേഴ്സാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ രജിസ്റ്ററാണ് എക്യുമുലേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്യുമുലേറ്റർ എന്ന് പറയുന്നത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ഒരു പോർഷൻ തന്നെയാണ്. അതായത് നമുക്കറിയാം അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിൽ നമ്മൾ എല്ലാ അരിത്മെറ്റിക് കാൽക്കുലേഷൻസുകളും ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ചില റിസൾട്ട്സുകൾ കിട്ടും. ആ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സുകൾ നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതും പഠിച്ചിരുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണ് ഏതെന്ന് പറയുന്നത് ഈ എക്യുമുലേറ്റർ
എന്ന് പറയുന്ന രജിസ്റ്റർ. സോ accumulator is one of the first register and it is a part of the arithmetic logic unit and it is used to എന്തിനാണ് യൂസ് ചെയ്യുന്നത്? to store intermediate result while performing the arithmetic calculations. അതിന് മറ്റൊരു പേരാണ് രജിസ്റ്റർ എ എന്നും നമ്മൾ പറയുന്നു. accumulatorനെ പറയുന്ന മറ്റൊരു പേരാണ് രജിസ്റ്റർ എ എന്നും പറയുന്നത്. രണ്ടാമത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ്. എന്താണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത്? ഈ രജിസ്റ്ററിൽ ഒരു അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഏത് ഡാറ്റയോ അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷനോ റീഡ് ചെയ്യാനാണോ റൈറ്റ് ചെയ്യാനോ പോണത് അതിൻ്റെ ആ ഡാറ്റയോ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷനോ ഇരിക്കുന്ന പ്ലേസിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. സ്റ്റോർ ചെയ്യുന്നത് ഈ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു അഡ്രസ്സാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പറയുന്നത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഷോർട്ട് ഫോം ആയിട്ട് MAAR എന്നാണ് എഴുതുന്നത്. ഇനി മൂന്നാമത്തെ രജിസ്റ്ററാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. ഇവിടെ ചെറിയൊരു വ്യത്യാസമാണ്. ബഫർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിലെ ഈ രജിസ്റ്ററിൽ ഏത് ഡാറ്റേനെയോ അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷനെയാണോ CPU ഇനി അടുത്തത് പ്രോസസ്സ് ചെയ്യുന്നത് ആ ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററിനെയാണ് നമ്മൾ മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അതായത് ഏത് ഇൻസ്ട്രക്ഷനെയാണോ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഒരു രജിസ്റ്ററാണ് PC അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അതായത് CPU നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി CPU സ്റ്റോർ ചെയ്യുന്ന ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. 5 രജിസ്റ്റേഴ്സാണ് ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രജിസ്റ്റേഴ്സുകൾ. സാധാരണ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിത് ചോദിക്കാറുണ്ട്. ഇനി അടുത്തൊരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. മദർ ബോർഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതൊരു ലാർജ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ് ഓൺ വിച്ച് അതിന്മേലാണ് നമ്മുടെ CPU അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ അതുപോലെ തന്നെ മറ്റ് ഗ്രാഫിക്സ് കാർഡ് സൗണ്ട് കാർഡ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ഒരു വലിയൊരു ബോർഡിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഇനി മദർ ബോർഡ് സാധാരണ ഇറ്റ് മസ്റ്റ് ബി കോമ്പാറ്റിബിൾ വിത്ത് പ്രോസസ്സറിന് അനുയോജ്യമായിട്ടുള്ള മദർ ബോർഡുകളായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തൊരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ് പെരിഫറൽസ് ആൻഡ് പോർട്സ് എന്ന് പറയുന്നത്. പെരിഫറൽസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എക്സ്റ്റേണൽ ഡിവൈസസ് all external ഡിവൈസസിനെ ഇറ്റ് ക്യാൻ ബി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസിനെ നമ്മൾ ഓൾ ടുഗദർ ആയിട്ട് പറയുന്ന പേരാണ് പെരിഫറൽസ് എന്ന് പറയുന്നത്. പെരിഫറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ കോൾഡ് ദി പെരിഫറൽസ്. ഇനി എന്താണ് പോർട്സ് എന്ന് പറയുന്നത്? പോർട്സ് എന്ന് പറയുന്നത് ദ പ്ലേസ് വേർ which we can insert these peripherals to the motherboard. നമുക്ക് ഈ പെരിഫറൽസും അതുപോലെ തന്നെ അതായത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസുകളിനെ നമുക്ക് CPU ആയിട്ട് കണക്ട് ചെയ്യണം. ആ പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോർട്സ് എന്ന് പറയുന്നത്. പോർട്സിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, PORTS. ഇനി ഈ ഡിവൈസസ് മദർ ബോർഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പോർട്സ് വഴിയാണ്. ഓരോ ഡിവൈസസിനും അത് ഇൻസേർട്ട് ചെയ്യുന്ന പ്ലേസിന് ഓരോ പേരാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്കത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം മൗസ് എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസിനെ നമുക്ക് മദർ ബോർഡായിട്ട് കണക്ട് ചെയ്യുന്ന പ്ലേസിനെ നമ്മൾ പറയുന്ന ആ ഒരു പോർട്ട് ഏരിയനെ പറയുന്ന പേരാണ് PS/2. ഇനി അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും USB ഒക്കെ നമ്മൾ CPU-മേൽ ഇൻസേർട്ട് ചെയ്യുന്ന ആ പ്ലേസിനെ നമ്മൾ USB പോർട്ട് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മോണിറ്റർ CPU ആയിട്ട് കണക്ട് ചെയ്യുന്ന പ്ലേസിനെ നമ്മൾ VGA പോർട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഡിഫറെൻറ്റ് പോർട്സുകളുണ്ട്. ആ ഓരോ പോർട്സിനും ഓരോ പേരാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അടുത്തതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാവുന്ന ഒരു കാര്യമാണ് മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രീഫായിട്ട് പറയാവുന്ന ഒരു പോയിന്റ് വേർ വി ക്യാൻ സ്റ്റോർ ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻസ്. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത്. സാധാരണ മെമ്മറി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നതും സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നതും.
ഇനി പ്രൈമറി മെമ്മറിയിലും സെക്കൻഡറി മെമ്മറിയും വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ പ്രൈമറി മെമ്മറിയാണ് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. പ്രൈമറി മെമ്മറി തന്നെ നമുക്ക് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി വിച്ച് വി ക്യാൻ, അതായത് വിച്ച് വി ക്യാൻ എന്ന് പറയുന്നത് CPU ക്യാൻ ഡയറക്ട്ലി ആക്സസ് ദിസ് മെമ്മറി. ഈ മെമ്മറീനെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. ഏത് മെമ്മറീനെ? പ്രൈമറി മെമ്മറീനെ. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് അത്ര ലാർജ് അല്ല. ഇനി ഇതിൻ്റെ മെമ്മറിയിലുള്ള ഡാറ്റ വെൻ ദ പവർ ഈസ് ഓഫ് ദാറ്റ് ഡാറ്റ വിൽ ബി ലോസ്റ്റ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനിയും ഇത് തന്നെ മൂന്നായിട്ടാണ് നമ്മൾ മെയിൻലി ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഈ മെമ്മറിയിൽ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് CPU ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ സാധാരണ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ആണ്, അതുപോലെ തന്നെ ഓൺഗോയിങ് പ്രോസസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് സാധാരണ സ്റ്റോർ ചെയ്യുന്നത്. പ്രത്യേകതയുണ്ട്, ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, നോട്ട് പെർമനൻറ്റ്. ഇനി പ്രൈമറി മെമ്മറി തന്നെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാം, ആൻഡ് സെക്കൻഡ് വൺ ഈസ് റോം, ആൻഡ് തേർഡ് വൺ ഈസ് ക്യാഷ്. നമുക്കറിയാം റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി, ആൻഡ് ക്യാഷ് എന്ന് പറയുന്നത് മറ്റൊരു പ്രൈമറി മെമ്മറിയുടെ ഒരു സെക്ഷനാണ്. ഇനി എന്താണ് ഈ റാം ആൻഡ് റോം ആൻഡ് ക്യാഷ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പ്രൈമറി മെമ്മറിയുടെ ഫസ്റ്റ് മെമ്മറിയാണ് റാമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPUവിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ട, ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യേണ്ട ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ് റാം എന്ന് പറയുന്നത്. ഇത് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ പെർമനൻ്റ് അല്ല. വെൻ പവർ ഈസ് ഓഫ് that data will be lost. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനിയും സോ ഇറ്റ് ഈസ് കോൾഡ് ദി വോളറ്റൈൽ മെമ്മറി എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ദി കപ്പാസിറ്റി ഓഫ് റാം ഈസ് 2 GB ആൻഡ് എബവ്. ഇനി സ്പീഡ് ഓഫ് ദ റാം എന്ന് പറയുന്നത് ഹൗ ഫാസ്റ്റ് CPU ക്യാൻ ആക്സസ് ദി ഡാറ്റ. സ്പീഡ് ഓഫ് ദ റാം എന്ന് പറയുന്നത് എത്ര ഫാസ്റ്റായിട്ട് CPUവിനെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും അത്രയുമാണ് അതിൻ്റെ സ്പീഡിൻ്റെ ലെവല്. സാധാരണ ഇത് അളക്കുന്നത് നമ്മൾ മെഗാ ഹെർട്സിലാണ് പറയുന്നത്. ഇനി 3 തരം ഡാറ്റകളാണ് സാധാരണ റാമിൽ സൂക്ഷിക്കുന്നത്. ഒന്ന് ഓൺഗോയിങ് പ്രോസസ്സിൻ്റെ ഡാറ്റ, സെക്കൻഡ് വൺ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ, മൂന്നാമത് നമ്മുടെ ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയർ. അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് റാമിൽ സാധാരണ സൂക്ഷിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ദി ഓൺഗോയിങ് പ്രോസസ് ഡാറ്റ, സെക്കൻഡ് വൺ ദി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഓൺഗോയിങ്, ആൻഡ് തേർഡ് വൺ ഈസ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റാമിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാം, റീഡ് ചെയ്യുകയും ചെയ്യാം, സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ഇതാണ് റാമിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ പ്രൈമറി മെമ്മറിയുടെ ക്ലാസിഫിക്കേഷനാണ് റോം എന്ന് പറയുന്നത്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. ഈ മെമ്മറിയിൽ സാധാരണ കമ്പ്യൂട്ടറിൻ്റെ ബൂട്ടപ്പ് ബയോസ് സോഫ്റ്റ്വെയർ ആണ് സ്റ്റോർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ കാണാറുണ്ട് കുറേ സ്റ്റെപ്പുകൾ ഒരു ഡിസ്പ്ലേ ചെയ്ത് പോകുന്നത്. ആ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ് റോം എന്ന് പറയുന്നത്. ഇത് റീഡ് ഓൺലി മെമ്മറിയാണ് വിച്ച് വി cannot write here, and the memory here is the volatile memory. നോൺ വോളറ്റൈൽ മെമ്മറിയാണ്, അതായത് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. ഇനി റാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്സസ് ഫാസ്റ്റ് അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. റോമിൻ്റെ 3 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനുകളുണ്ട്. ഒന്ന് PROM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് ഈ റീഡ് ഓൺലി മെമ്മറിയിൽ വിച്ച് ക്യാൻ ബി പ്രോഗ്രാംഡ് ഓൺലി വൺസ്, ഒരിക്കൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഈ റീഡ് ഓൺലി മെമ്മറി നമുക്ക് ഒരിക്കൽ മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് EPROM എന്ന് പറയുന്നത്. EPROM എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് നമുക്ക് ഇറേസ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ക്യാൻ ബി റീ റിട്ടേൺ യൂസിങ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. നമുക്ക് ഈ റോമിൽ ഇറേസ് ഇറേസ് ചെയ്യാൻ പറ്റും ഓൺലി ബൈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഇനി മൂന്നാമത് റോമാണ് EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് ഇവിടെയുള്ള റോമിലുള്ള ഡാറ്റ നമുക്ക് ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ച്, എനർജി ഉപയോഗിച്ച് നമുക്ക് ഇറേസ് ചെയ്യാൻ സാധിക്കും.
ടെക്സ്റ്റ് ബുക്കിൽ റാമിനെയും റോമിനെയും കുറിച്ചിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട് 4 പോയിന്റ്സിൽ വെച്ചിട്ട്. അത് നിങ്ങൾ പഠിക്കണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത മെമ്മറിയാണ്, പ്രൈമറി മെമ്മറിയുടെ ഒരു ഭാഗം തന്നെയാണ് ക്യാഷ് മെമ്മറി. ക്യാഷിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം, CACHE എന്നാണ്. ഇത് സാധാരണ വളരെ സ്മോൾ മെമ്മറിയാണ് കമ്പയർഡ് ടു റാം ആൻഡ് റോം, ആൻഡ് ബട്ട് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. And it is placed between the processor and the RAM. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയിൽ പ്ലേസ് ചെയ്യുന്ന ഒരു സ്മോൾ ഫാസ്റ്റ് മെമ്മറിനെയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ CPU-ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ ആദ്യം CPU അന്വേഷിക്കുക ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോ എന്നാണ്. ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഫാസ്റ്റായിട്ട് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അവിടെ ഇല്ലെങ്കിലാണ് അത് എവിടേക്ക് ചെക്ക് ചെയ്യുമ്പോഴോ റാമിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഓക്കെയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പ്രൈമറി മെമ്മറിയുടെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്. ഇനി അടുത്തതാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡാറ്റ സ്റ്റോറേജ് ഫോർ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഇനി അതിന് ഇറ്റ് ഈസ് വെരി ലാർജ് മെമ്മറിയാണ്. നമുക്ക് ഒരുപാട് ഡാറ്റകൾ എപ്പോഴും സ്റ്റോർ ചെയ്യേണ്ടി വരും. അതായത് ഇതൊരു ബാക്കപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇത് സാധാരണ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫറിങ് ഡാറ്റ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയും ഇതിൻ്റെ പവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്, ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. അടുത്തത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിനെ കുറിച്ചിട്ടാണ്. അതായത് സെക്കൻഡറി മെമ്മറിയുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. ഇതിനെ പ്ലാസ്റ്റിക് ടേപ്പ് ഓർ മെറ്റൽ ഡിസ്ക് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതുകൊണ്ടാണ് ഇതിന് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. ഡാറ്റ ഈസ് റെക്കോർഡഡ് മാഗ്നറ്റിക്കലി. Then read or write heads are used to access data from these magnetic storage devices. Some popular magnetic storage devices നമുക്ക് ടേപ്പ് ഡിസ്കുകളുണ്ട്, ഹാർഡ് ഡിസ്ക്, ഇതൊക്കെ നമ്മുടെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിലാണ്. ഇനി രണ്ടാമത്തെ സെക്കൻഡറി മെമ്മറിയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. ഇവിടെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലേസർ ബീംസ് ആണ് ഉപയോഗിക്കുന്നത്. ലോ പവേർഡ് ലേസർ ബീം ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു 2 പ്ലാസ്റ്റിക് ഡിസ്കുകളുടെ ഇടയിൽ ഒരു അലുമിനിയം ഫോയിൽ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഡാറ്റ റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് സ്പൈറൽ ഫോമിൽ ഇൻ ദ ഫോം ഓഫ് പിക്സ് ആൻഡ് ലാൻസിലാണ് ഡാറ്റ എഴുതിയിരിക്കുന്നത്. ഇനി പിക്സ് ആൻഡ് ലാൻസിൽ എഴുതിയിരിക്കുന്ന ഡാറ്റ റീഡ് ചെയ്യുന്നത് നമ്മുടെ ലേസർ ബീം ഉപയോഗിച്ചിട്ടാണ്. സം commonly used optical storage devices are CD, DVD and Blu-ray. മൂന്നാമതാണ് ഫ്ലാഷ് മെമ്മറി ഓർ സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസ്. ഈ ടൈപ്പ് സ്റ്റോറേജ് ഡിവൈസിൽ ഉപയോഗിക്കുന്നത് EEPROM ചിപ്സുകളാണ്. അതായത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ചിപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ നോ മൂവിങ് പാർട്സ് ആണ്, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും. സോ ഇറ്റ് ഈസ് ദേ ആർ ഷോക്ക് പ്രൂഫ് ആണ്. ഇന്ന് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടാണ് നമ്മൾ ഫ്ലാഷ് മെമ്മറീനെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലിമിറ്റഡ് റീഡ് ഓർ റൈറ്റ് സൈക്കിൾസ് ആണ്. പല ടൈപ്പ് വേരിയൻസ് ഓഫ് ഫ്ലാഷ് മെമ്മറി ഉണ്ട്. USB ഫ്ലാഷ് ഡ്രൈവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി കാർഡ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഷോർട്ടായിട്ട് മെമ്മറി ഡിവൈസസുകളെ കുറിച്ചിട്ടും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഹാർഡ്വെയറും മെമ്മറിനെയും കുറിച്ചിട്ടാണ്. സോ താങ്ക് യു.